You must
കൊണ്ടുവരുവാൻ വേണ്ടി
പൈശാചികമാരുടെ ശത്രുവിൽ നിന്ന് രക്ഷിക്കപ്പെട്ട വിജാതികളുടെ ജനമായ നമ്മുടെ കൃഷ്ണത്തെ സൂചിപ്പിക്കുകയായിരുന്നു. വിശുദ്ധന്മാരായ ദുർഗർഷിമാരാൽ ഈ പരിശുദ്ധ പെരുന്നാളിനെ വിശുദ്ധാത്മജനങ്ങളാൽ മുൻകൂട്ടി ഒരുമിച്ചു. രാജ്യത്വം അവൻ്റെതാണോ? അവനാകുന്ന ചെങ്കോലും അവന്റെ കാര്യങ്ങളിൽ അറിയിപ്പുകാരും നീക്കുകയില്ല. ജാതികൾ അവനെ പ്രതീക്ഷിക്കും. അവൻ തന്റെ കഴുതിയെ മുദ്രിത്തളിപ്പേരും തന്റെ കഴുതക്കുട്ടിയെ മുദ്രിച്ചിട്ട് നേരം നീങ്ങുന്ന ഗോത്രത്തവരും പ്രധാന പിതാക്കന്മാരിൽ മൂന്നാമനായ മുൻകൂടി പ്രവചിച്ചു. ഇതാ നിന്റെ രാജാവ് വിനീതനായി കഴുത കുട്ടിയുടെയും പുറത്ത് കയറിയതിലേക്ക് വരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് സക്കറിയാസി ദൈവത്തിന്റെ വിശുദ്ധ സഭയെ സീവനോട് വിശുദ്ധ പെരുന്നാളിനെ കുറിച്ച് മുൻകൂടി പ്രസംഗിച്ചു. യുവാക്കളുടെയും കുട്ടികളുടെയും വായന കർത്താവിനായി സ്ഥിരീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിശുദ്ധ പെരുന്നാളിനെ കുറിച്ച് ദൈവികദർശിയായ ദാവീദ് മുൻകൂട്ടി പാടി, ഊസ്ലേമേ ഉണരുക ഉണരുക, കർത്താവിന്റെ ഭുജബലം ധരിക്കുക എന്നീ വിശുദ്ധ പെരുന്നാളിനെ കുറിച്ച് ഉദ്ഘോഷിച്ചു. മഹത്വങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നതായി പെരുന്നാളിനെ ഞങ്ങൾ ആഘോഷിച്ച് സൂക്ഷിച്ചുകൊണ്ട് ആത്മീയാനന്ദ സമേതം പറയുന്നു. പാപദാസ്യത്തിൽ നിന്ന് ലോകത്തെ ഉദ്ധരിക്കുവാനായി വന്ന സ്വയംഭൂവിനുള്ള സ്വയംഭൂവിന്, അതായത് സ്തുതികർത്താവിന്റെ നാമത്തിൽ വന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് ശിശുക്കളാർക്ക് വേണ്ടി അട്ടഹസിച്ചുവോ? ആ ദാവീദിന്റെ പുത്രനും ദാവീദിന്റെ നാദനമായിരിക്കുന്നവൻ തന്റെ മകനുമായി ഇടയെ തിരഞ്ഞെടുത്ത ശ്രേഷ്ഠമായ തന്റെ നിത്യതയിലുള്ള ദൃശ്യനായവന് ഞങ്ങളുടെ വർഗത്തിന്റെ പദാവസ്ഥയെ ഉയർത്തുവാൻ വേണ്ടി ശിശുക്കളാൽ ശ്രദ്ധിക്കപ്പെടാത്ത കൃപാപൂർവം വിനീതനായവന് കുട്ടിയുടെ പുറത്ത് കയറുവാൻ മാത്രം വിനയപ്പെട്ടവന് ശിശുക്കളുമായി സുഖിയെ ആകർഷിച്ച ജീവന്റെ ലക്ഷ്യമായവന് വിനയം മൂലമായ മത്സരത്തെ വിജയിച്ച പുണ്യവാനും ജ്യോതാരനുമായവന് പുണ്യതരങ്ങളും വിശുദ്ധങ്ങളുമായ പെരുന്നാളുകളാൽ തന്റെ സമയം സന്തോഷിപ്പിച്ച കാരുണ്യവാന് രക്ഷാകരമായ ഭാരം മൂലം അജ്ഞാനാന്തകാലത്തെ ദൂരീകരിച്ച ഉത്തമരുമായവന് ശിശുക്കളുടെ വായിൽ സ്വത്രാചാരണം നൽകിയ സഹായങ്ങളുടെ പ്രേമായ സമുദ്രദ്ര തിരുവിഷപ്രകാരം മനുഷ്യാവതാരത്തിനായി ഇറങ്ങി വന്നപ്പോഴും സർവോപരിസ്ഥാനായ ദൈവമെന്ന സ്ഥിതിയിൽ നിന്ന് അകലാതിരുന്ന നീതിമാനും പുണ്യവാനുമായവന് പാപമതലത്തിൽ നിന്ന് ഞങ്ങളുടെ വർഗത്തെ ഉദ്ധരിച്ച യഥാർത്ഥ രക്ഷാത്മകമായവന് കുഞ്ഞുങ്ങളാൽ തന്റെ സ്ഥിതിയെ തയ്യാറാക്കിയ കാരുണ്യവാനും മഹാകൃവാനും സത്യവാനുമായവന് തന്റെ സ്നേഹിതരെ സ്വകീയമായ പ്രഭയിൽ ജ്വലിപ്പിക്കുന്ന ദഹിപ്പിക്കുന്നതും രൂപരഹിതമായ അഗ്നിയായവന് തന്റെ ആഗമനത്തെ ദുർദൃശ്യമാരാൽ അടിയുറച്ച് അറിയിച്ച ഭൂസീമരുടെ പ്രത്യാശയായവന് ശിശുക്കളെയും പൈതങ്ങളെയും നവീനാസ്മൃതിപാഠകന്മാരാക്കി തീർത്തവരും സകല വിശ്വാസങ്ങളുടെയും സൃഷ്ടാവും നിർമ്മിതാവുമായവന് തന്റെ വ്യാപാരം മൂലം ലോകത്തെ രക്ഷിതാവിന് തന്റെ ദേശയുടെ ഉന്നതത്തിലേക്ക് ഞങ്ങളെ ഉയർത്തുവാൻ വേണ്ടി നിമിഷത്തോടെ ഇറങ്ങി വന്ന പൂർണ്ണമായവന് കർത്താവിന്റെ നാമത്തിൽ വന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് ശിശുക്കളാർക്ക് വേണ്ടി അട്ടഹസിച്ചു. അപ്രകൃത്യ പരിശുദ്ധനായവന് മൂലം ഞങ്ങളെ ശേഷിയാക്കുവാൻ വേണ്ടി തന്റെ ശ്രേഷ്ഠതയ്ക്ക് ന്യൂനത സംഭവിക്കാതെ ചെറിയവനായി തീർന്ന വലിയവന് ഞങ്ങളുടെ വംശത്തിന് ജനകടം കരുണാപുരസരം ക്ഷമിച്ചവരും
കുറ്റക്കാരുടെ കടങ്ങൾ ക്ഷമിക്കുന്നവരുമാരുടെ സ്തുതിയെ വിസ്മയമായി മുഴക്കിയോ പിതാവിന്റെ മഹത്വവും സ്വരൂപവുമായവന് ഞങ്ങളുടെ പശികാതവരാനെ ഞങ്ങളിലൂടെ ഭക്ഷിക്കുന്നു ശിശുക്കളിൽ നിന്ന് പോലെ ഞങ്ങളുടെ വായിലുള്ള സ്തുതികളെ അംഗീകരിക്കണമേ. പ്രധാന ആചാര്യന്മാർക്ക് ജ്ഞാനവചനവും ആചാര്യന്മാർക്ക് തമിഴയും സംഭാഷന്മാർക്ക് നൈപുണ്യമോ പുതേക്കന്മാർക്ക് ദിവാവതിയും ദേവാക്കാർക്ക് സർവശക്തിയും ധനവാന്മാർക്ക് മനുഷ്യസ്നേഹവും ദരിദ്രന്മാർക്ക് ഉത്തമ സംരക്ഷണവും പള്ളികൾക്ക് പുകഴ്ചയും നേരാൾക്ക് നിലനിർത്തും ഭരണാധികാരികൾക്ക് വിശ്വാസിയും മടന്മാർക്ക് അനുസരണവും പാപികൾക്ക് മോചനവും തെറ്റിപ്പോയവർക്ക് തിരിച്ചു വരവും കോപിഷ്യന്മാർക്ക് സമാധാനവും ശാന്തതയും സകല വിശ്വാസികൾക്ക് നല്ല പ്രത്യാശയും പരേതത്തിന് പാപപരിഹാരവും വേണമേ. ഞങ്ങളും അവർക്കും നിന്റെ പിതാവിന്റെയും പരിശുദ്ധവുമായ ശ്രേഷ്ഠരുടെ പ്രസത്തോടുകൂടെ കുറ്റം കൂടാതെ നിർത്തുവാനുള്ള ഒരുക്കവും ഇപ്പോഴും എപ്പോഴും നൽകണമേ. Give me to
പരിശുദ്ധനും പാപികളുമായ ഞങ്ങൾ നിനക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ ധൂപം അംഗീകരിക്കപ്പെട്ടത് മൂലം ഞങ്ങളുടെ ഉത്തമയാചനകൾക്ക് പൂർണ്ണമായ മറുപടി നൽകണമേ. കർത്താവേ, സത്യവിശ്വാസികളായ സകലരെയും കരുണയോടെ കാത്തുകൊടുക്കുകയും പാപികളുടെ കുറ്റക്കാരുമായ എല്ലാവരോടും ക്ഷമിക്കുകയും ചെയ്യണമേ. വിശ്വാസികളായ പരേതരുടെ ആത്മാക്കളെ ഇതുപോലെ ആശ്വസിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങൾ നിരക്കുന്ന പിതാവിനും പരിശുദ്ധരുമായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുകുല നിത്യമായ കഴുതയുടെ പുറത്തുള്ള കയറ്റം മൂലം വെടിപ്പില്ലാത്ത ജാതക്ഷണത്തെ സൂചിപ്പിക്കുകയും സൈത്യന്റെയും തെക്കിനായുടെയും കൊമ്പുകളുടെ പുറത്തുകൂടിയുള്ള സഞ്ചാരത്തെ കർഷകர்களுള്ള വിജയം അവർക്ക് നൽകുകയും കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുന്നവനും എന്നുള്ള അറിയിപ്പുകാരുടെ ശബ്ദങ്ങൾ മുഖാന്തരം ആദ്യത്തെയും അവസാനത്തെയും വരവോടൊപ്പം പുനരുദ്ധാനത്തിന്റെ പ്രത്യാശ ഞങ്ങൾക്ക് നൽകുകയും ചെയ്തവനും മുണിവാന്മാരുടെ പ്രതീക്ഷയും നീതിമാന്മാരുടെ വചനനിവൃത്തിയും ആയുള്ളവേ, ആന്യപ്രതീസായുടെ വിശുദ്ധമായ മുകൾ വഹിച്ചുകൊണ്ട് ഈ പെരുന്നാൾ അപൂർണമായ വിശുദ്ധന്മാരുടെ നിലയിൽ ആഘോഷിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങൾ നിന്റെ പിതാവിനും പരിശുദ്ധരൂഹായിരിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. നാദൻ ശുദ്ധൻ 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 ഗർദഭമേറി യെരൂശലേമേറുന്നോ ശുദ്ധൻ പാടിൻ 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 സ്തോത്രം ദൈവസുതൻ എന്തിരുവാദ്യം തൻ സ്തുതി പാടാൻ നീർദ്ദേശൻ നാഥന്നേറ്റം പ്രിയമാം വിനയം പൂണ്ടുചരിപ്പാൻ ഈ ലോകത്തിൽ തന്നോടെ മാർഗം സംസ്ഥാപിച്ച വരുമരചന്ദൻ വിനയം ദർശി ചോശാനപ്പ താർത്തിടുവാനായി കുമ്പുകളേന്തി കടഭാരത്തെ വീട്ടിയുവാക്കൾ യോഗ്യമതാകും സ്തുതിയവിടേവം സംഭൃതമായി സ്തുതിയാ
സുതനെ വിട്ടോ സീയോൻ തേരുവിൽ മൃഗമാരൂഢൻ പുത്രൻ വന്യൻ നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിന്റെയും രക്ഷയുടെയും ശബ്ദം എന്ന് പാടി. ദീർഘദർശനമായ തലവനായ മോശയുടെ ഒന്നാം പുസ്തകത്തിൽ നിന്നും യഹൂദയെ നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. നിന്റെ കൈ നിന്റെ ശത്രുക്കളുടെ വെൽപ്പിടലിന്മേൽ നിന്റെ പിതാവിന്റെ പുത്രന്മാർ നിന്നെ വണങ്ങും. യഹൂദ ഒരു സിംഹക്കുട്ടി, മകനെ നീ കൊലയിൽ നിന്ന് കയറിയിരിക്കുന്നു. അവൻ സിംഹം പോലെയും സിംഹക്കുട്ടി പോലെയും പതുങ്ങിക്കിടക്കുന്നു. അവനെ എഴുന്നേൽപ്പിക്കുവാൻ ആരുണ്ട്? അവകാശമുള്ളവൻ വരുവോളം യഹൂദയിൽ നിന്നും ദണ്ടും അവന്റെ കാലുകളുടെ ഇടയിൽ നിന്ന് അറിയിപ്പുകാരൻ നീങ്ങിപ്പോവുകയില്ല. ജാതികൾ അവനെ പ്രതീക്ഷിക്കും. അവൻ തൻ്റെ കഴുതക്കുട്ടിയുടെ മുന്തിരിത്തണ്ടിലും തൻ്റെ പെൺകഴുതയുടെ മുന്തിരിച്ചില്ലയിലും കെട്ടും. അവൻ വീഞ്ഞിൽ തൻ്റെ വസ്ത്രവും മുന്തിരിച്ചാറിൽ തൻ്റെ ഉടുപ്പും അലക്കുന്നു. അവൻ്റെ കണ്ണ് വീഞ്ഞുകൊണ്ട് ചുവന്നും അവൻ്റെ പല്ല് പാലുകൊണ്ട് വെളുത്തുമിരിക്കുന്നു. ബാറക്കുമോ. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ബാറക്കുമോ. സീയോൻ പുത്രിയെ അത്യന്തം ആനന്ദിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവിന്റെ അടുക്കിലേക്ക് വരുന്നു. അവൻ നീതിമാനും രക്ഷകനും വിനീതനും കഴുതപ്പുറത്ത് പെൺകഴുതക്കുട്ടിയുടെ പുറത്ത് വാഹനമേറിയിരിക്കുന്നവനുമാകുന്നു. ഞാൻ എഫ്രയീമിൽ നിന്ന് രഥവും യെരൂശലേമിൽ നിന്ന് കുതിരയും ഛേദിച്ചു കളയും, യുദ്ധവില്ലും ഛേദിച്ചു കളയും. അവൻ വിജാതിയോട് സമാധാനം സംസാരിക്കും. അവന്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെ, നദി മുതൽ ഭൂമിയുടെ സീമകൾ വരെയുമായിരിക്കും. നീയും നിന്റെ ഉടമ്പടിയുള്ള രക്തം മൂലം വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് നിന്റെ ബദ്ധന്മാരെ സ്വതന്ത്രരാക്കും. ജനത്തിലെ ബദ്ധന്മാരെ ദുർഗത്തിലേക്ക് മടങ്ങിക്കൊള്ളുക. ഞാൻ നിനക്ക് ഇരട്ടിയായി നൽകാമെന്ന് ഞാൻ തന്നെ പ്രഖ്യാപിക്കുന്നു. മുബാറക്കുമോ. മഹത്വമുള്ളവനായ യേശയ്യാ ദീർഘദർശിയുടെ പുസ്തകത്തിൽ മുബാറക്കുമോ. ഉണരുക, കർത്താവിന്റെ കുചവരം ധരിച്ചുകൊള്ളുക. പൂർവ്വകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്നപോലെ ഉണരുക. നീ മഹാസർപ്പത്തെ വെട്ടിക്കീറി സമുദ്രത്തെ വലിയ ആഴിയിലെ വെള്ളത്തെ നീ വലിച്ചു കളയുകയും യഹോവയുടെ വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തു. കർത്താവിന് വിമുക്തോല്ലാസത്തോടെ സിഹ്യോനിലേക്ക് മടങ്ങി വരും. നിത്യാനന്ദം അവരുടെ ശിരസിലണിയും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുരിതവും നെടുവീർപ്പും ഓടിപ്പോകും. ശേഷം ദൈവത്താൽ പ്രേരിതരായ സ്നേഹന്മാർക്കും ജാതികളിടയിൽ ഭൂതസീമയോളം നല്ലവൻ ഭാഗ്യമികം അറിയിച്ചു സ്വർഗമഹാരാജ്യം. ശ്രീഹാരുടെ ശ്രീ
ും
പിതാവായ ദാവീദിന്റെ രാജ്യവും നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യവും വാഴ്ത്തപ്പെട്ടതാകുന്നു. സ്വർഗ്ഗത്തിൽ സമാധാനം, സ്വർഗ്ഗത്തിൽ സമാധാനം, ഉന്നതങ്ങളിൽ സ്തുതി. ഉന്നതങ്ങളിൽ സ്തുതി, അത്യുന്നതങ്ങളിൽ ഹോശാന. അത്യുന്നതങ്ങളിൽ ഹോശാന. ബാധിക്കുമോ നാം എല്ലാവരും സൗഹൃദമായിരുന്നുകൊണ്ട്